എല്ലാവർക്കും റൈഡേഴ്സ് ട്രാവൽ ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊല്ലത്തേക്ക് ചെറിയൊരു റൈഡാണ്. ചെറിയ റൈഡല്ല, ഒരു 3-4 മണിക്കൂറുള്ള റൈഡാണ്. ചുമ്മാ ഒരു റൈഡ് പോകുന്നതല്ല, ഈ റൈഡിനൊരു പർപ്പസ് ഉണ്ട്. ഞാനവിടെ ഒരു അടിപൊളി ആർട്ടിസ്റ്റിനെ മീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അടിപൊളി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരു ആർട്ടിസ്റ്റ്. അതാണ് ഇന്നത്തെ യാത്രയുടെ ഒരു പ്രത്യേകത. ഇതൊരു റൈഡ് മാത്രമാണ്. നമ്മൾ റൈഡിനിടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്കിപ്പോൾ ഗവൺമെൻറ് ഇളവ് തന്നു. ഇന്ന് മുതൽ നമുക്ക് ഇൻ്റർ ഡിസ്ട്രിക്റ്റ് പോവാം. ഇതിന് മുമ്പ് നമുക്ക് വേറെ ഡിസ്ട്രിക്റ്റിലൊക്കെ പോകണമെങ്കിൽ കളക്ടറുടെ പെർമിഷനൊക്കെ വേണം. അപ്പോൾ ഇനി അതൊന്നുമില്ല, നമുക്ക് ഇൻ്റർ ഡിസ്ട്രിക്റ്റിലേക്ക് ട്രാവൽ ചെയ്യാം. പക്ഷേ നമ്മൾ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഒന്നുമല്ല, മാസ്കും വേണം, നമ്മുടെ കയ്യിൽ സാനിറ്റൈസറും കരുതണം. സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ്. നമുക്ക് എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. വേറൊരു പ്രധാന കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മഴക്കാലം തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കണ്ടോ, ഇതാണ് അതിനൊരു എക്സാമ്പിൾ. ഇനി ഇതുപോലുള്ള ആക്സിഡൻറ്റുകൾ നമ്മുടെ നാട്ടിൽ കൂടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡും നമ്മുടെ വണ്ടികളുടെ കണ്ടീഷനും അതുപോലെയാണ്. ഇതിപ്പോൾ ഒരു 2 വീലറുകാരൻ ഓപ്പോസിറ്റ് വന്നതാണ്. അതുകൊണ്ടാണ് ആ ബസ്സിന് കൺട്രോൾ കിട്ടാതെ ബ്രേക്ക് ചെയ്തു നേരെ താഴത്തേക്ക് പോയി. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ട്രാഫിക് റൂളുകളെല്ലാവരും മാക്സിമം പാലിക്കുക. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്യുക. നമ്മൾ ആദ്യം അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം പഠിക്കുക. അല്ലാതെ ചവിട്ടി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ബ്രേക്ക് കിട്ടില്ല. എല്ലാ വണ്ടിക്കും ബ്രേക്കിംഗ് വ്യത്യസ്തമാണ്. ഇപ്പോൾ ABS ഉള്ളതും ABS ഇല്ലാത്തതും എല്ലാത്തിനും. ഇപ്പോൾ ABS ഉണ്ടെന്ന് വെച്ച് നമുക്ക് ബ്രേക്ക് ഒരു ചവിട്ടി കിട്ടണമെന്നില്ല. കൃത്യമായിട്ട് നമ്മുടെ ഗിയർ ഡൗൺ ചെയ്ത് കൃത്യമായ ഡിസ്റ്റൻസ് പാലിച്ച് തന്നെ ബ്രേക്ക് ചെയ്യുക. അങ്ങനെ സുരക്ഷിതമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് നമ്മുടെ മേലിലൊരു കൺട്രോളും ഇല്ല. അവൻ മര്യാദക്ക് ഓടിച്ചില്ലെങ്കിലും നമുക്ക് ഇടി കിട്ടും. പിന്നെ കാണാനുള്ള രസകരമായ കാഴ്ചകളാണിത്. കണ്ടോ, കൊറോണയൊന്നും ഒരു പേടിയില്ല. ഇത് നമ്മുടെ ബാർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബാറിൻ്റെ മുമ്പിലാണ്. കണ്ടോ, സാധനം മേടിച്ചിട്ട് ക്രോസ് ചെയ്യുന്നതാണ്. NH 47 ഈ കാണിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ നോക്കിയും കണ്ടും വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, മറ്റാരുടെയുമല്ല. മറ്റുള്ളവരെ നമ്മളെ കണ്ടില്ലെങ്കിലും നമ്മളവരെ കണ്ട് കൃത്യമായി നമ്മൾ മാറിക്കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഇടി നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഈ ഓൺ ദ വേയിൽ കാണാനുള്ളത്. പിന്നെ ഏകദേശം ഒട്ടുമിക്ക ആളുകൾ മാസ്ക് ധരിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായ രീതിയിൽ മാസ്ക് ധരിക്കാത്ത ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. അതുതന്നെയല്ല, മാസ്ക് ധരിക്കാതെ പോകുന്ന ആളുകളും ഒരു 5% ആളുകൾ മാസ്ക് ധരിക്കുന്നില്ല. അവരിതൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ മാസ്ക് ധരിച്ചില്ലെങ്കിലോ ഉറപ്പായിട്ട് എവിടെന്നെങ്കിലും പണി കിട്ടും. അതുപോലെ തന്നെയല്ല, അവർ ആ പണി വേറെ ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് മാസ്ക് ധരിക്കുക എന്ന്. നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുകയില്ല, മറ്റുള്ളവർക്ക് അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് വരികയില്ല. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ മാക്സിമം പബ്ലിക്കിൽ ഒന്നും തൊടാതെ നോക്കുക. ഓൺ ദ വേയിൽ ഹോട്ടൽസ് എല്ലാം വളരെ കുറവാണ് കേട്ടോ. പാഴ്സൽ സർവീസ് മാത്രമുള്ളതുകൊണ്ടാണ് ഹോട്ടൽസ് എല്ലാം വളരെ വളരെ കുറവാണ്. അപ്പോൾ ആരും ഇപ്പോൾ ഹോട്ടലിലൊന്നും കയറിയിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്താ ചെയ്യുക? നമ്മൾ മാക്സിമം നമുക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുക. ഞാനിപ്പോൾ രാവിലെ ഇറങ്ങിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എൻ്റെ ബോട്ടിലിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റൈഡ് പോകുമ്പോഴെല്ലാം ഞാൻ വെള്ളം കൊണ്ടുപോകാറുണ്ട്. പറ്റുമെങ്കിൽ റീഫിൽ ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥയിൽ പുറത്ത് പോയി റീഫിൽ ചെയ്യുക അത്ര സേഫല്ല. എന്നാലും ഞാൻ എൻ്റെ ബോട്ടിൽ നിറച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിനി അവിടെ ചെല്ലുമ്പോഴത്തേന് ഉച്ചയാവും ഏകദേശം. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ലഞ്ച് കഴിക്കാനുള്ള സമയമാവും. ഫുഡും സ്റ്റേ എല്ലാം ഞാൻ നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് എനിക്ക് വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവരുടെ വീട്ടിലെനിക്ക് സേഫായിട്ട് സ്റ്റേ ചെയ്യാം. പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള വഴികളാണ്, നല്ല ക്ലൈമറ്റാണ്. പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് വെയിൽ വരും. പക്ഷേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജൂൺ ഏകദേശം ഒരു 10-15 ആയി കഴിഞ്ഞാൽ ഫുള്ള് മഴ തന്നെ ആയിരിക്കും. നമുക്കറിയാം നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു
അവസ്ഥ എന്ന് പറഞ്ഞാൽ മഴയാണ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പേടിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് കൊറോണ, ഒന്ന് മഴ. പക്ഷേ നമ്മൾ മലയാളികൾ പുലികളാണ്, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കും. നമുക്ക് എന്ത് വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും, നമ്മൾ മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പേടിക്കുന്നില്ല. അതിനുള്ള എക്സാമ്പിളാണ് ഇപ്പോൾ റോഡിലൊക്കെ കാണുന്നത്. തിരക്ക്, എല്ലാവരും ഇറങ്ങുന്നുണ്ട്, അവരവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ജോലികൾ ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒന്നും ബിസിനസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും പട്ടിണിയിലോട്ട് തന്നെ പോവുകയുള്ളൂ. നമ്മുടെ സർക്കാർ തന്നെ നിലനിൽക്കുന്നത് നമ്മുടെ ടാക്സ് കാര്യങ്ങൾ, മറ്റുള്ള മദ്യം, അതുപോലുള്ള ലോട്ടറി, ഇതുപോലുള്ള ടാക്സുകളെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ, ഉറപ്പായിട്ടും. അപ്പോൾ ഇനി ഒരു വിദേശ ടൂറിസ്റ്റുകളെയോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ടൂറിസ്റ്റുകളെയോ നമ്മൾ ഉടനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ടൂറിസത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ബിസിനസ് സംരംഭങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പോൾ ആലപ്പുഴയിലുള്ള ഹൗസ് ബോട്ടിൻ്റെ കാര്യമൊന്നും പറയണ്ട, എല്ലാവരും പൂട്ടി. ഇനി അതിലൊന്നും രക്ഷയില്ല. നമ്മുടെ ബസ് അവരും ഏകദേശമൊക്കെ നിർത്തിയ മട്ടിലാണ്. ഇനി എന്ന് തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഹോട്ടൽ ബിസിനസ്, ഹോട്ടലിൽ സ്റ്റേ ഇല്ല. ഇതൊക്കെ ഒരുപാട് ബിസിനസ് നമ്മുടെ നാട്ടിന് ഒരുപാട് മൂല്യം നമുക്ക് തരുന്ന ബിസിനസ് കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഇനി തകർച്ചയുടെ വക്കിലാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പിടിച്ചു കയറണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഞാൻ ഇറങ്ങിയേക്കുന്നത് എൻ്റെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങുക, ജോലി ചെയ്യുക. നമ്മൾ എത്ര നാൾ കൊറോണയെ പേടിച്ച് വീട്ടിലിരിക്കും? അപ്പോൾ പുറത്തിറങ്ങുന്നത് പക്ഷേ നമ്മൾ സുരക്ഷ നോക്കിയിട്ട് മാത്രമായിരിക്കണം. ഒരിക്കലും സുരക്ഷിതമല്ലാത്ത മാർഗത്തിൽ നമ്മൾ പുറത്തിറങ്ങരുത്. അത് നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ അസുഖം വരാനും പകരാനും എല്ലാം കാരണമാകും. എത്ര ചാർജ്? 75. നോർമൽ 72. അങ്ങനെ ഒരുപാട് നാളത്തെ ബ്രേക്കിന് ശേഷം ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ. ഇപ്പോൾ നമുക്ക് ഇൻ്റർ ഡിസ്ട്രിക്റ്റൊക്കെ പോവാം. ഞാനിപ്പോൾ കൊല്ലത്തേക്ക് എത്തിയതാണ്. അപ്പോൾ ഇവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അത് സർപ്രൈസാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത, എറണാകുളത്തൊന്നും ഇല്ലാത്ത സ്പെഷ്യൽ ആർട്ടാണത്. അത് നമുക്ക് അവിടെ ചെന്നിട്ട് തന്നെ കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. കൊല്ലം ബൈപ്പാസിലാണ്. പുള്ളി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടുത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. മുണ്ട്രോ ഐലൻഡൊക്കെ അതിനടുത്താണ്. അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ പോയി അവിടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് കുറേ നാട്ടിൻപുറത്തെ കുറേ കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് കൊല്ലം ബൈപ്പാസാണ്. ഈ കൊല്ലം ബൈപ്പാസിൽ കയറി കഴിയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ 2 വീലറിൻ്റെ സ്പീഡ് 50ആണ്, കാറിൻ്റെ സ്പീഡ് 60ആണ്. അപ്പോൾ നമ്മൾ സാധാരണ NH പോകുന്ന പോലെ അടിച്ച് കത്തിച്ച് പോയി കഴിഞ്ഞാൽ ഇൻ്റർസെപ്റ്ററിൻ്റെ കയ്യിൽ പെടും, നല്ല ഫൈനും കിട്ടും. ലാസ്റ്റ് ടൈം എനിക്ക് 1500 രൂപ ഫൈൻ തന്നെ, 55 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട്. പക്ഷെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. റോഡ് നല്ല കിടു റോഡാണ്. അപ്പോൾ ആരും ചവിട്ടി പൊളിച്ച് പോകരുത്. പിന്നെ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇതുവഴി പോകാനായിട്ട്. അവിടെ ബൈപ്പാസിൻ്റെ ഒരു ടോൾ പാസ് ഉണ്ടായിരുന്നു. ആ ടോൾ പാസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ട വഴി.
ഇപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ മൺട്രോ ഐലൻഡിലോട്ടുള്ള വഴിയാണിത്. ഇവിടെ നിന്നാണ് മൺട്രോ പോകാനായിട്ട് എളുപ്പം നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ പോവും, ആർട്ടിസ്റ്റിനെ കാണും, ആർട്ടിസ്റ്റിൻ്റെ വർക്ക്ഷോപ്പിൽ പോവും. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വർക്കൊക്കെ അവിടെ ഇരിക്കുന്നത്, വർക്കൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലെത്തും. വീട്ടിലെ വീട്ടുകാരെ കണ്ടു അങ്ങനെ അവരുടെ കൂടെ കുറച്ച് സമയമൊക്കെ ചിലവാക്കി നാളെ രാവിലെ നമ്മൾ എവിടെ പോകും? നാളെ രാവിലെ നമ്മൾ മൺട്രോ ഐലൻഡിലോട്ട് പോകും. മൺട്രോ ഐലൻഡ് ഓപ്പൺ ആണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ടൂറിസം കാര്യങ്ങളൊന്നും ഓപ്പൺ അല്ല, പക്ഷെ നമുക്ക് റോഡിലൂടെയുള്ള ട്രാവലിംഗ് ഇപ്പോൾ അലൗഡാണ്. അതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ തന്നെ സ്ഥലങ്ങളൊക്കെ കാണാം. എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട്, എല്ലാം അടഞ്ഞിടക്കുകയാണ്. എന്നാലും നമുക്ക് പുറത്തുകൂടി പോകുമ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഒരുപാട് പഴയ അമ്പലങ്ങൾ. മരത്തിന്റെ ശിഖരത്തിലൊക്കെ ഈ ചിത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ അവിടെ കാറ്റുകൊള്ളാനും വരുന്ന ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു വ്യത്യസ്തമായ ഒരു സംഭവമായി തോന്നുകയും അപ്പോൾ അവർ ഈ ചിത്രങ്ങൾ എൻ്റെ ചെയ്ത് കരസ്ഥമാക്കിയൊക്കെ ചെയ്യും. അപ്പം ഒരു മലയാളി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെറിയ കാര്യമല്ല, ഇത് ഒരു നല്ല ചിത്രനിർമ്മാണ രീതിയാണ്. അത് നിങ്ങൾ കപ്പലുകൾ കിടക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് വിദേശികൾക്ക് നേരിട്ട് കൊടുത്തുകൂടാ ഇത്. ആദ്യം തുടങ്ങിയത് നമ്മളെ ലോക്കൽ ആൾക്കാരാണ്.